മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ ഇന്ന് നാട്ടിലെത്തിക്കും കേട്ടോ. പൂനെയിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് പോലീസ് പെൺകുട്ടികളുമായി മടങ്ങിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് പരീക്ഷയ്ക്കായി വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥിനികളെ കാണാതാവുകയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ മുംബൈയിലേക്ക് കടന്നതായി കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി അഖില CP ചേരുന്നുണ്ട്. അഖില, എപ്പോഴത്തേക്കാണ് പെൺകുട്ടികളുമായി നമ്മുടെ സംഘം തിരിച്ചെത്തുക? അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള നടപടികളൊക്കെ എവിടെയാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി, ഇന്ന് ഏകദേശം 12 മണിയോടെ പെൺകുട്ടികളുമായി കേരള പോലീസ് സംഘം തിരൂരിൽ ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇന്നലെ 5:30 പോലീസ് സംഘം പെൺകുട്ടികളുമായി പുറപ്പെട്ടിരുന്നു. ഗരീബ് രഥ് എക്സ്പ്രസിലാണ് ബോംബെയിൽ നിന്ന് പുനെയിലേക്ക് റോഡ് മാർഗം എത്തി. പുനെയിൽ നിന്ന് ഇത്തരത്തിൽ ഗരീബ് രഥ് എക്സ്പ്രസിലാണ് കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 12 മണിയോടെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. റോഹയിൽ നിന്ന് ഈ യുവാവ് തിരികെ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. മോത്തി സൂചിപ്പിച്ചതുപോലെ ഉത്കണ്ഠ നിറഞ്ഞ ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലായിരുന്നു പെൺകുട്ടികളെ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പരീക്ഷയിൽ എത്താതിരുന്നതോടെ ഈ സ്കൂൾ അധികൃതർ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് മാത്രമേ 4-ാം തീയതി പരീക്ഷയുണ്ടായിരുന്നു. 3-ാം തീയതി 2 പേർക്കും പരീക്ഷയുണ്ടായിരുന്നു. 4-ാം തീയതി ഒരാൾക്ക് മാത്രമേ പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് എത്താതിരുന്നതോടുകൂടിയാണ് ഈ സ്കൂൾ അധികൃതരും ഈ വീട്ടുകാരും പെൺകുട്ടികളെ അന്വേഷിച്ചിറങ്ങിയത്. പിന്നീട് ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ ബോംബെക്ക് പുറപ്പെട്ടതായി കണ്ടെത്തുന്നു. ഏകദേശം ഇന്നലെ പുലർച്ചെ ഈ മുംബൈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ വെച്ചിട്ടാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. പുലർച്ചെ കേരള പോലീസിന്റെയും RPF സംഘത്തിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. അപ്പോൾ ഏകദേശം ഇന്ന് 12 മണിയോടെ എത്തും. കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസും ഇത്തരത്തിൽ എല്ലാവരും കടക്കുകയാണ്. മാത്രമല്ല, പെൺകുട്ടികളുടെ പണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വെറും 5 രൂപയും 200 രൂപയും മാത്രമാണ് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങുമ്പോൾ പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഈ പറയുന്ന രീതിയിൽ മൊബൈൽ ഫോൺ വാങ്ങി, ഡ്രസ്സ് വാങ്ങി, സലൂണിൽ കയറി. അപ്പോൾ അതിനുള്ള പണം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് കൃത്യമായ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷ വാർത്ത നൽകിയ പെൺകുട്ടികളെ കണ്ടെത്തി നമ്മളെല്ലാവരും ഉത്കണ്ഠയോടെ, ആകാംക്ഷയോടെ കാത്തിരുന്ന വാർത്തയായിരുന്നു. ഏകദേശം ഇന്ന് ഉച്ച 12 മണിക്ക് ഈ തിരൂർ സ്റ്റേഷനിൽ പെൺകുട്ടികളുമായി കേരള പോലീസ് സംഘം വന്നിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോത്തി.